ഭരണമാറ്റം ഉറപ്പിച്ചു എന്നുള്ളതാണ് ചോദ്യം. മധു, റിസൾട്ട് റിലീസിൻ്റെ ഒരു ട്രെയിലറായിട്ടാണ് ഞാൻ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കാണുന്നത്. 4-ാം തീയതിക്ക് മുൻപ് നമുക്ക് ഈ പറയുന്നത് പോലെ പോളിംഗ് പെർസെൻറ്റിൽ തുടങ്ങിയ കണക്കുകൂട്ടലുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണികൾ. അതിന് കുറച്ചുകൂടി ഒരു ഊർജ്ജം നൽകുന്ന ഇലക്ഷൻ ട്രാക്കിലേക്ക്, അതിൻ്റെ ഒരു മൂഡിലേക്ക് കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളെ മുഴുവനും സ്വാഭാവികമായും രാഷ്ട്രീയ വിചാരമുള്ള മറ്റ് സംസ്ഥാനങ്ങളെയും കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയുന്ന ഒരു ട്രെയിലർ എന്ന നിലയ്ക്കാണ് ഞാൻ എക്സിറ്റ് പോളുകളെ കാണുന്നത്. എക്സിറ്റ് പോൾ ഫലം വരുന്ന മുറയ്ക്ക് തന്നെ ഫലം വരണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആക്ച്വൽ ഫലം വരണം എന്ന് വാശി പിടിക്കാൻ പോകുന്ന ഒരു ചരിത്ര ഉദാഹരണവും നിലവിലില്ല. കാരണം ഇത് ഒരു ഞാണിന്മേൽ കളിയാണ്. ഇപ്പോൾ 2021 നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ 6 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് സംസ്ഥാനത്ത് തുടർഭരണം ഉണ്ടാകും എന്ന് പറഞ്ഞത്. 4 എണ്ണത്തിൽ ടൈറ്റ് ഫൈറ്റ് പറഞ്ഞു, ഒരെണ്ണം UDFന് അനുകൂലമായ വിധി ഉണ്ടാകും എന്നും പറഞ്ഞു. അപ്പോൾ ഈ 6ഉം 4ഉം 10 എണ്ണം സാധ്യത കൽപ്പിച്ചിരുന്നു LDFന്. തുടർഭരണം ഉണ്ടായി എന്നത് ശരിയുമാണ്. പക്ഷേ 4ഉം 1ഉം UDFന് വേണമെങ്കിൽ മുന്നോട്ട് വരാൻ കഴിയും, ഭരിക്കാൻ കഴിയുമെന്ന സാഹചര്യം കൂടി പ്രവചിച്ചിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇന്നലെ 12 ഏജൻസികളുടെ, ദേശീയ മാധ്യമങ്ങളുടെയും ഏജൻസികളുടെയും അടക്കം 12 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നത്. ഇന്നത്തേക്കാണ് ചാണക്യ എക്സിറ്റ് പോൾ വരുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ഏറ്റവും അധികം ഒരു ക്ലോസ് റിസൾട്ട് എന്ന നിലയ്ക്ക് റിസൾട്ടിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നത് ചാണക്യയുടെ ഭാഗത്തു നിന്നാണ്. അവരിന്ന് പറയുന്നത് കേരളത്തിലൊരു തൂക്ക് സഭയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന എക്സിറ്റ് പോൾ ഫലം കൂടി ചാണക്യയുടെ ഭാഗത്തു നിന്നാണ് പുറത്തു വരുന്നത്. 11 സീറ്റുകൾ വരെ BJPക്ക്, അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് ഇത്തവണ സംസ്ഥാനത്ത് നടക്കുകയാണ് എങ്കിൽ 11 സീറ്റുകൾ വരെ അവർക്ക് കിട്ടാം സംസ്ഥാനത്ത് എന്നാണ് പറയുന്നത്. ഈ 11 സീറ്റിന് ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ അനുസരിച്ച് അത് നിയമസഭയിലേക്ക് പറിച്ചു നടുകയാണെങ്കിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് NDAക്ക് 1-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത്. ആ കണക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഇത്രയും ദിവസത്തെ പ്രചാരണ കാലയളവിലോ വോട്ടെടുപ്പിന് ശേഷമുള്ള അനാലിസിസിലോ ഒന്നും BJP പോലും ഏറ്റവും അവസാനം നമ്മുടെ തന്നെ വാർത്തയനുസരിച്ച് 4 സീറ്റുകളിൽ ഒരു പക്ഷേ വിജയിച്ചേക്കും എന്നാണ് BJPയുടെ ഔദ്യോഗികമായ കണക്കുകൂട്ടൽ എന്നുള്ളതാണ് നമ്മുടെ തന്നെ വാർത്തയനുസരിച്ച് എത്തുന്നത്. അപ്പോൾ അതിനപ്പുറത്ത് BJP തന്നെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ഒരു ബെറ്റർ പെർഫോമൻസ് ആണ് ചാണക്യ ഇന്ന് NDA ക്യാമ്പിന് നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനം. ഈ 11 സീറ്റുകൾ, അതായത് BJPക്ക് 11 സീറ്റുകൾ പ്രഖ്യാപിക്കുന്ന എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് LDFന് വേണമെങ്കിൽ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഇന്ന് ഇടത് ക്യാമ്പ് ആത്മവിശ്വാസപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചാണക്യാണെങ്കിൽ ചാണക്യ എന്നുള്ളൊരു നിലയിലേക്ക് ഇടത് ക്യാമ്പ് പോയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം NDAക്ക് 11 സീറ്റുകൾ വരെ കിട്ടാൻ ഉതകുന്ന തരത്തിലുള്ളൊരു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ഏജൻസിയെ വേണമെങ്കിലും നമ്പാം എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ സംഘവിരുദ്ധ രാഷ്ട്രീയ ചേരിയുടെ ആത്മവിശ്വാസ പ്രകടനം വേണമെങ്കിൽ നമുക്ക് ഇന്നൊരൊറ്റ ദിവസം കാണാൻ കഴിയുന്ന വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണ്. UDFന് 69 സീറ്റ് +or-9 എന്നതാണ്. LDFന് 64 +or-9, BJPക്ക് 7 +or-4. അപ്പോൾ അവരവിടെ ഒരു സാധ്യത കൊടുക്കുന്നുണ്ട്. അതായത് കൃത്യം ഇത്ര സീറ്റ് എന്ന് പറയുകയല്ല ചെയ്യുന്നത്. 9 സീറ്റുകൾ വരെ LDF ക്യാമ്പിന് വേണമെങ്കിൽ കൂടാം കുറയാം, 9 സീറ്റുകൾ വരെ വേണമെങ്കിൽ UDF ക്യാമ്പിന് കൂടാം അല്ലെങ്കിൽ കുറയാം. നേരെ മാനത്തോട്ട് നോക്കി മഴ പെയ്യാം പെയ്യാതിരിക്കാം എന്ന് പറയുന്നതിൻ്റെ വളരെ കൃത്യമായ ഒരു പതിപ്പാണ് ഈ കാണുന്നത്. കേരള രാഷ്ട്രീയത്തിൽ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ഒരു മനുഷ്യന് പറയാൻ കഴിയുന്നതിനപ്പുറത്ത് എന്ത് പ്രവചനമാണിത്? അതായത് ഈ 69 സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റ് താഴെ, വേണമെങ്കിൽ 9 സീറ്റ് കൂടാം, 9 സീറ്റ് കുറയാം. ഇത് ആർക്കാണ് ഇവിടെ പ്രവചിക്കാൻ കഴിയുന്നത്? അതിന് എക്സിറ്റ് പോൾ നടത്തണോ? ഇവിടെ വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. ഇവിടെ ഇനി അഥവാ വിക്ടറി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഏത് മുന്നണിക്കാണ് വിക്ടറി ഉണ്ടാകുന്നത് എങ്കിലും അത് വളരെ ഒരു തിൻ മെജോറിറ്റിയിലായിരിക്കും എന്ന് ഈ കണ്ട പ്രചാരണം മുഴുവൻ കണ്ട ഏതു മനുഷ്യർക്കാണ് അറിയാത്തത്. അപ്പം നമ്മൾ ഇതിനെയൊക്കെ വളരെ ആധികാരികമായി എടുത്തു വെച്ചുകൊണ്ട് ഇപ്പം ആക്സിസ് മൈ ഇന്ത്യക്കും ഈ പറയുന്നത് പോലെ അവകാശവാദം ഉന്നയിക്കാൻ കഴിയും. അതായത് ടുഡേ ചാണക്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ 2021 ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ചത് ആക്സിസ് മൈ ഇന്ത്യയാണ്. അപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ ഫലം അനുസരിച്ചും LDFന് 49 മുതൽ 62 വരെ, UDFന് 78 മുതൽ 90 വരെ. LDFിൻ്റെ ഏറ്റവും ബെറ്റർ പെർഫോമൻസിൽ പോലും 62 സീറ്റ് എന്നുള്ളതാണ് ആക്സിസ് പറയുന്നത്.
UDFന്റെ ഏറ്റവും മോശപ്പെട്ട പ്രകടനത്തിൽ പോലും 78, അതായത് കേവല ഭൂരിപക്ഷത്തിനും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സാഹചര്യത്തിൽ എന്നാണ് ആക്സിസ് പറയുന്നത്. പക്ഷേ ഇതേ ആക്സിസ് ആണ് എന്ത് ചെയ്യുന്നത്? TVK അധികാരത്തിലെത്തും എന്ന് തമിഴ്നാട്ടിൽ പറയുന്നത്. കേരളത്തിൽ UDFന്, അതായത് ഏറ്റവും മോശം പെർഫോമൻസിൽ പോലും 78 സീറ്റ് നേടി UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രവചിക്കുകയും ചെയ്യുന്നത് എന്നതും പ്രധാനമാണ്. ഇത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കണക്കിലെ കളി എന്നതിനപ്പുറത്തേക്ക് വളരെ വിശ്വാസത്തോടെ ഇതിനെ ഉറ്റുനോക്കുന്നത് ഒരു രാഷ്ട്രീയ മൗഢ്യമാണ് എന്ന് പറയാൻ പോകുന്ന തരത്തിലാണ് ഈ കണക്കുകൾ മുന്നോട്ട് വെക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മീഡിയ എഡിറ്റേഴ്സിൽ പറഞ്ഞതാണ്, നിങ്ങളെല്ലാവരും തർക്കിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ആത്മവിശ്വാസപ്പുറത്ത് പറഞ്ഞതാണ്, ലീഗ് ഈ മുഖ്യമന്ത്രി കളിയിൽ ഒരു വലിയ ടേക്ക് എടുക്കില്ല എന്നുള്ളത്. കാരണം അത് കുറച്ചുകൂടി മറ്റുള്ളവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറിയുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് മാത്രം ലീഗ് ചെയ്യുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റമല്ല എന്ന് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ആ നിലയ്ക്കുള്ള പ്രിവിലേജ് ഒന്നും നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, CPM-നോ കോൺഗ്രസിനോ ലീഗിനോ BJP-ക്കോ ഒന്നും കൊടുക്കേണ്ടതില്ലാന്ന് തോന്നുന്നു. ഇത് വിജയിച്ചതിന് ശേഷം മുന്നണിക്കുള്ളിൽ പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ലീഗ് അത്രയും പ്രകടമായ ഒരു രാഷ്ട്രീയ അഭിപ്രായം പുറത്ത് രേഖപ്പെടുത്തുക എന്നുള്ളത്. നോക്കിപ്പം UDFന്റെ യോഗത്തിലോ UDFന്റെ നേതാക്കളുമായുള്ള ചർച്ചയിലോ ആഭ്യന്തര ചർച്ചയിലോ ഒക്കെ പറയുന്നത് പോലെയല്ല, പുറത്ത് ആ നിലയ്ക്ക് അത് പറയുന്നത് അത്ര ജനാധിപത്യപരമായ കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വരെയും അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ലീഗിന്റെ ആ പ്രതികരണത്തെ, പക്ഷെ അപ്പോഴും വളരെ BD സതീശനാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് ലീഗിന്റെ താല്പര്യമെന്ന് ലീഗ് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. മറുപടിയെ വളരെ, പക്ഷെ അത് വ്യാഖ്യാനിക്കപ്പെട്ടത് ആ നിലയ്ക്കാണ്. നോക്കൂ, രാഷ്ട്രീയ നേതാക്കൾക്ക് എങ്ങനെയാണ് കേരളത്തിൽ വാർത്തകൾ വ്യാഖ്യാനിച്ചു വരിക എന്നത് വളരെ കൃത്യമായിട്ട് അറിയാമെന്നേ. അതിൽ നമ്മൾ ആർക്കും അത്ര നിഷ്കളങ്കതയൊന്നും ചാർത്തി കൊടുക്കേണ്ട കാര്യമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്, ഇപ്പോൾ നോക്കൂ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട CPI ഒരു പടപ്പുറപ്പാടിന് തയ്യാറായി. CPI ഒരു പടപ്പുറപ്പാടിന് തയ്യാറായി. ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുകയാണ്. കേരളത്തിൽ ആ അടുത്ത കാലത്ത് മാധ്യമങ്ങളെ ഇത്രമേൽ ഉപയോഗിച്ച മറ്റൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. തുറന്ന പ്രതിഷേധം വളരെ പച്ചയ്ക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ പറയുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ നിന്ന് CPM ഒരു സമവായ ചർച്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞ മൊമെന്റിൽ പിന്നീട് മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങളോടും നിങ്ങൾ അങ്ങനെ സ്ഥാപിക്കേണ്ടതില്ല, നിങ്ങൾ അങ്ങനെ കണക്ക് കൂട്ടേണ്ടതില്ല എന്നൊക്കെയാണ് പറയുക. അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ആദ്യം നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാമല്ലോ എന്നാണ് പറയുന്നത്. ഓപ്പൺ ചെക്ക് കൊടുക്കുകയാണ്. അതായത് മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം, മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും വാർത്ത കൊടുക്കുക എന്നറിയാത്ത നിഷ്കളങ്കതയൊന്നും കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനുമില്ല. അത് ലീഗിന്റെ നേതാക്കൾക്കുമില്ല, കോൺഗ്രസ് നേതാക്കൾക്കുമില്ല, CPM-ന്റെ നേതാക്കൾക്കുമില്ല. അപ്പോൾ ഇന്നിങ്ങനെ ഒരു പ്രതികരണം നടത്തിയാൽ സ്വാഭാവികമായും അത് അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കും എന്ന് ലീഗിന് അറിയാഴികയല്ല. അങ്ങനെ ഒരു പ്രതികരണം നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ മുഖ്യമന്ത്രി ഫൈറ്റുമായി നോക്കുന്നത് കോൺഗ്രസിലൊന്ന് തീരട്ടെ എന്ന് വിചാരിച്ചാണ് കോൺഗ്രസിലെ നേതാക്കൾ ഇരിക്കുന്നത്. കോൺഗ്രസിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ദാ വരുന്നു ലീഗിന്റെ വക ഇങ്ങോട്ടും എന്നുള്ള നിലയ്ക്ക് അത് പോകേണ്ടിയിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ സിവിൽ വാർ അതൊരു കൈവിട്ട കളി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർ 3 പേരും, ഈ പറയുന്ന IAS ഉദ്യോഗസ്ഥർ 3 പേരും അവർ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചവരാണ്. ഇനി ഇവിടെ ആകാശം ഇടിഞ്ഞു വീണാലും ഞങ്ങളെ അത് ബാധിക്കില്ല എന്ന നിലപാടെടുത്തവരാണ്. അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം അവരെ അളക്കേണ്ടതും അടയാളപ്പെടുത്തേണ്ടതും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല ഘട്ടങ്ങളിൽ അവർ സർക്കാരിനോടൊപ്പം നിൽക്കുകയും സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും നേതാക്കൾക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്താണ്. ഇപ്പം നോക്കൂ, ഈ പ്രശാന്ത് പല നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ ആണ് മേഴ്സിക്കുട്ടിയമ്മ അടക്കം വലിയ വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നത് ഒരു സമയത്ത്. പക്ഷേ ഉത്തമ വിശ്വാസമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, മുഖ്യമന്ത്രിയുടെ അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഓക്കെ ശിവശങ്കർ മറ്റൊരു തീരുമാനം എടുത്ത സമയത്ത് ജയ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത് ഓർക്കുന്നത് ഉത്തമ ബോധ്യത്തിലാണ് അദ്ദേഹം ആ തീരുമാനമെടുത്തത്. ആ നിലയ്ക്കുള്ള സ്വാതന്ത്ര്യം ചില ഉദ്യോഗസ്ഥർക്ക് സർക്കാരുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ പിന്നീട് ഈ പറയുന്ന ഒരു ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വരുന്ന പ്രതികരണങ്ങൾ വെച്ചുകൊണ്ടല്ല അവരെ അളക്കേണ്ടത് എന്ന് ഞാൻ തോന്നുന്നു. പക്ഷേ ഈ തുറന്ന പ്രതികരണങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെ BS അശോക് നടത്തുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ചട്ടക്കൂടിനുള്ളിലോ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലോ നിൽക്കാൻ തീരുമാനിച്ച ഒരാളുടേതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വന്നോട്ടെ, അതവിടെ ഇരുന്നോട്ടെ, അത് മാറും, അത് ഞാനെടുത്ത് ബാഡ്ജായിട്ട് കുത്തും എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും ഒരു സർക്കാർ സംവിധാനത്തിനുള്ള സർവീസ് ചട്ടത്തിനുള്ളിലോ നിൽക്കുന്നതല്ല എന്ന ബോധ്യം അവർക്കുണ്ട്. അവർക്ക് അതിൻ്റെ ഒരു അക്കാഡമിക് ബോധ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാം. കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് തനിക്ക് അനുകൂലമായ നിലപാട് എടുത്തയാളല്ലേ BS അശോക്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഒരു തുറന്ന യുദ്ധം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങളെ ആ നിലയ്ക്ക് കണ്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.